വിദ്യാഭ്യാസ രംഗത്തെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് ഒരു പ്രത്യേക കർമ്മമുണ്ടോ എന്ന് ഒരിക്കൽ ഒരാൾ ചോദിച്ചതിൻ്റെ ഉത്തരമാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിദ്യാ സരസ്വതിയെ ആരാധിക്കുന്നുണ്ട്. സരസ്വതി ദേവിയുടെ പൂജകൾ ധാരാളം നടത്തുന്നുണ്ട്. സരസ്വതി ക്ഷേത്രങ്ങളുണ്ട്. ഇങ്ങനെ സരസ്വതി ഉപാസന സർവ്വസാധാരണമാണ്. എന്നാൽ അതിൻ്റെ പിന്നിൽ അതിലും വലിയ ഒരു ശക്തിവിശേഷം ഉണ്ട് എന്നുള്ളത് എത്ര പേർക്ക് അറിയാവുന്ന കാര്യമാണ്. പരാശക്തിയുടെ 10 പ്രധാനപ്പെട്ട അവതാര ഭാവങ്ങളെ തന്ത്രശാസ്ത്രത്തിൽ ദശമഹാവിദ്യകൾ എന്ന് പറയും. കാളി, താര, ഷോഡശി, ഭുവനേശ്വരി, ഭൈരവി, ബഗളാമുഖി, ഛിന്നമസ്ത, ധൂമാവതി, മാതംഗി, കമലാത്മിക. ഇങ്ങനെയാണ് 10 പേര്. ഈ ദശമഹാവിദ്യകൾ സാമാന്യ രീതിയിൽ ക്ഷേത്രങ്ങളിൽ വെച്ച് ആരാധിക്കപ്പെടുന്ന മൂർത്തികളല്ല. ഗുപ്ത സമ്പ്രദായത്തിൽ ശാക്തേയ ദീക്ഷ വാങ്ങി ജീവിതത്തിൽ ഉപാസന വ്രതമായിട്ടുള്ളവർക്ക് പറഞ്ഞിരിക്കുന്ന ഒന്നാണ് ഈ ദശമഹാവിദ്യകൾ. എങ്കിലും ദശമഹാവിദ്യകളിലെ ദേവതാ കർമ്മങ്ങൾ അഥവാ പൂജാകർമ്മങ്ങൾ ചില പ്രത്യേക ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ചെയ്യാറുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ദേവതയായ താരാദേവിയുടെ പൂജയെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. താരാദേവിയെ വിദ്യാരാജ്ഞി അഥവാ നീല സരസ്വതി എന്നും അറിയപ്പെടാറുണ്ട്. നീല നിറത്തിൽ ശ്യാമവർണ്ണത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു സാരസ്വത ദേവതയാണ് താര. അഥവാ ഈ നീല സരസ്വതി എന്നറിയപ്പെടുന്ന താരാദേവിയുടെ അംശാവതാരമാണ് നമ്മൾ ക്ഷേത്രങ്ങളിൽ പൂജിക്കുന്ന വിദ്യാ സരസ്വതി. അതിൻ്റെ പൂർണ്ണതയാണ് താരാദേവി. അപ്പോൾ താരാപൂജ ഗൃഹങ്ങളിൽ അത്യാവശ്യം നടത്താറുണ്ട്. നമ്മുടെ ഇവിടെ കുറവാണ്. വടക്കേ ഇന്ത്യയിലൊക്കെയാണത് പലപ്പോഴും നടക്കാറുള്ളത്. അത് സാത്വികമായ രീതിയിലും ചെയ്യാവുന്നതാണ്. കൗള സമ്പ്രദായത്തിൽ ചില ക്ഷേത്രങ്ങളിൽ നോർത്ത് ഇന്ത്യയിലും ടിബറ്റിലുമൊക്കെ താരാപൂജ നടക്കാറുണ്ട്. അതല്ലാതെ തികഞ്ഞ സാത്വിക ഭാവത്തിലും താരാ ഉപാസന നടക്കാവുന്നതാണ്. അങ്ങനെ താരാപൂജ പ്രത്യേകമായ താരാപത്മം കളം വരച്ച് അതിൽ താരാദേവിയെ സപരിവാരം ആവാഹിച്ച് സമഗ്രമായി നിവേദ്യസഹിതം പൂജ നടത്തി സമർപ്പിക്കുന്നതായാൽ വിദ്യാഭ്യാസ സംബന്ധമായ എല്ലാ കാര്യങ്ങൾക്കും അത് ഒരു പരിഹാരമാണ്. ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വളരെ ഫലപ്രദവുമാണ്. പലപ്പോഴും വിദ്യാഭ്യാസ രംഗത്ത് വളരെ ആഗ്രഹിച്ച് ഒരുപാട് ധനം ചെലവ് ചെയ്ത് റിസ്ക് എടുത്ത് ചില കോഴ്സുകളിൽ പോയി പകുതിയാകുമ്പോൾ തടസ്സം വരുന്നു, പഠിക്കാൻ പറ്റുന്നില്ല, പല ബുദ്ധിമുട്ടുകൾ. ഇങ്ങനെ കഷ്ടതയിലും വിഷമത്തിലുമായ പലരും വിളിച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, നോക്കിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ചെയ്യാവുന്ന വളരെ ഫലപ്രദമായ ഒന്നാണ് ഈ താരാപൂജ നടത്തി താരാദേവിയുടെ മന്ത്രോപാസന സ്വീകരിക്കണം. വെറുതെ ഒരു 3-4 മണിക്കൂർ മിണ്ടാതിരുന്ന് താരാപൂജ അറ്റൻഡ് ചെയ്ത് കൈകൂപ്പി തൊഴുതിട്ട് പോയിട്ട് പിന്നെ വേറെ ചിന്തകളും അവനവൻ്റെ കുറേ പ്രത്യേക രീതികളുമായിട്ട് മുമ്പോട്ട് പോയതുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാകുമെന്ന് പറയുന്നില്ല. പകരം നിത്യവും ഒരു നിശ്ചിത സമയം ഏകാഗ്രതയോടെയും ശ്രദ്ധയോടെയും ഭക്തിയോടെയും താരാമന്ത്രം ജപിച്ച് വിദ്യാരാജ്ഞിയായ ഭഗവതിയെ ദൈനംദിനം ഉപാസിച്ചു പോന്നാൽ ഉറപ്പായിട്ടും അതിൻ്റെ പ്രയോജനമുണ്ടാകും. ഒരു കാര്യം മനസ്സിലാക്കണം, നോ പെയിൻ നോ ഗെയിൻ എന്നൊരു പഴമൊഴി ഉണ്ടല്ലോ. അതായത് ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടുമുറ്റത്ത് ഒരു വെണ്ടയ്ക്ക നടണമെങ്കിലും അതിന് ഒരു കുഴിയെടുക്കണം. ചുമ്മാ ഒരു വെണ്ട അരി ഇങ്ങനെ അങ്ങോട്ട് വെതറിയാൽ കിളുക്കണമെന്നൊരു നിർബന്ധവുമില്ല. അല്ലെ ഒരു തെങ്ങിൻ്റെ തൈ നിങ്ങളൊരു കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന് പറമ്പിലോട്ട് ഇട്ടാൽ അത് അവിടെ തെങ്ങായിട്ട് വളരത്തില്ല. കുഴിയെടുത്ത് തടമെടുത്ത്
അതിൽ കുഴിച്ചു വച്ചാലേ അത് ഒരു നാളികേര വൃക്ഷമായിട്ട് വരൂ. അതായത് എഫർട്ട് എല്ലാ കാര്യങ്ങളിലും ആവശ്യമുണ്ട്. അപ്പം നിങ്ങളുടെ ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനും ശരിയായ വ്രതാനുഷ്ഠാനത്തോടുകൂടിയും ജാഗ്രതയോടുകൂടിയും നിത്യോപാസന താരാദേവിയുടെ മന്ത്രം ചൊല്ലി ചെയ്യുന്നതായാൽ വളരെയധികം നിങ്ങൾക്ക് ഗുണമുണ്ടാകും.